ഹലോ! എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഷോർട്ട് സ്റ്റോറീസ്. ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞ് ഇതൊരു ലോങ് സ്റ്റോറി ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്ര അധികം കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കാം. ഇപ്പോൾ മേ ബി ഇത്തവണ ഞാനങ്ങ് തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ച് തുടങ്ങിയ ഷോർട്ട് സ്റ്റോറീസ് ഏറ്റവും ആദ്യത്തെ എൻ്റെ ഫേവറേറ്റ് സെറ്റ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ മാൽഗുഡി ഡേയ്സ് ആയിരുന്നു. അപ്പോൾ അതില് പുള്ളി ആർ കെ നാരായണൻ അല്ലായിരുന്നോ? ആർ കെ നാരായണൻ അല്ലായിരുന്നോ? ആർ കെ നാരായൺ അതില് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്, "എ ഷോർട്ട് സ്റ്റോറി ഹാസ് ടു ബി റിയലി ഷോർട്ട്." അപ്പോൾ ശരിക്കും മാൽഗുഡി ഡേയ്സ് എല്ലാം ആ ടെംപ്ലേറ്റിലാണ്. വളരെ ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആണ്. ആം, അതും അത് എവിടെ കൊണ്ട് നിർത്തണമെന്ന് നല്ല രീതിയിൽ അറിയുകയും ചെയ്യും. എന്നുവെച്ചാല് പല കഥകളിലും കാര്യമായി അങ്ങനെ സംഭവിക്കുന്നൊന്നുമില്ല. പക്ഷേ എന്നാ പോലും നിർത്തുമ്പോ ഒരു ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് നാക്കിൽ തങ്ങി നിൽക്കുന്ന രീതിയിലാണ് പുള്ളിയെ കൊണ്ട് കഥകൾ നിർത്തുന്നത്. പിന്നെ ഈവൻ ആ സീരീസ് ലെജൻഡറി ആണല്ലോ. ഐ മീൻ എനിക്കറിയത്തില്ല നിങ്ങള് എല്ലാരും കൊച്ചിലെ അത് കണ്ടു വളർന്നതാണോ എന്ന്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ സ്റ്റോറീസ് കുറെ വായിച്ചിട്ടുണ്ട്. മൽഗുഡി ഡേയ്സ്, സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. എനിക്ക് നല്ല പ്രായമുള്ളതുകൊണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ മറ്റേ ടൈറ്റിൽ സോങ് ഉണ്ടായിരുന്നല്ലോ സീരീസിൽ. കാണാത്തവർക്ക് ഇപ്പോഴും കാണാം. എനിക്ക് തോന്നുന്നു പ്രൈമിലുണ്ടെന്ന് തോന്നുന്നു. പ്രൈമില് മാത്രമല്ല, എനിക്കൊന്ന് യൂട്യൂബിലൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. വന്നിട്ടുണ്ടോ? ഇത് ഐ തിങ്ക് മാൽഗുഡി ഒരു ചെറിയൊരു മൈസൂരിന്റെ ഛായ ഉണ്ട് ശരിക്കും മാൽഗുഡിക്ക്. അഗുംബയാണ് സ്ഥലം. അഗുംബയാണ്. അഗുംബെ. ഞാൻ ആ വീടൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അഗുംബയിൽ പോയപ്പോ ആ വീട് പോയി ഷൂട്ട് കണ്ടിട്ടുണ്ട്. ചെയ്ത സ്ഥലം. ആ അല്ലല്ല, ഞാൻ പറഞ്ഞ ഈ സ്റ്റോറീസ് ആക്ച്വലി പുള്ളി എഴുതിയിട്ടുണ്ട്. മൈസൂരിന്റെ ഒരു ഛായ വരുന്നുണ്ട് ആ കഥകൾക്ക്. മദ്രാസ് പ്രസിഡൻസിയിലെ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ളു, കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഫിക്ഷണൽ ആണ്, ഫിക്ഷണൽ ഒരു സ്ഥലമാണ്. പക്ഷെ അതാണ് ഒരു എന്താ പറഞ്ഞ ഒരു കന്നഡ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് പൊതുവെ ആൾക്കാരെ ധരിച്ചു വെച്ചത്. മറ്റേ ഗിരീഷ് കർണാടൊക്കെ ആയിരുന്നല്ലോ അത്. എനിക്ക് തോന്നുന്നത് ആദ്യം കന്നഡയിൽ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു അച്ഛൻ. കന്നഡയിൽ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഹിന്ദിയിലോട്ട് ആക്കിയതാന്ന് തോന്നുന്നു. കാരണം ആക്ടേഴ്സ് എല്ലാരും ഐ തിങ്ക് മോസ്റ്റ്ലി കന്നഡിഗാസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ കാണുമ്പോൾ ശരിക്കും ആ ഡയലോഗ് ഡബ് ചെയ്തതാണെന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. സൺഡേ വന്നിരുന്നതല്ലേ? സൺഡേ വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് മുന്നേ ജംഗിൾ ബുക്ക് ഒക്കെ വരുന്നതിന് മുമ്പ് വീക്ക് ഡേയ്സിൽ രാത്രിയായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഇല്ല, സൺഡേസിലായിരുന്നു. ഞാൻ സൺഡേസിലാണ് കണ്ടേക്കണത്. ഇതില് എൻ്റെ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നു, വിജയലക്ഷ്മി ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി മറ്റേ 10th ഈ മറ്റേ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് 9th മുതൽ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നു. ഇംഗ്ലീഷ് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. റീഡിങ്, റൈറ്റിംഗ് അങ്ങനെ 4 സെറ്റായിട്ടാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിൽ ഈ റീഡിങ് ആൻഡ് റൈറ്റിംഗ് കോംപ്രിഹെൻഷൻ സെക്ഷൻ വരുമ്പോൾ പുള്ളിക്കാരിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, പുള്ളിക്കാരി ടെക്സ്റ്റ് ഇടുമ്പോൾ പുള്ളിക്കാരുടെ ഫേവറേറ്റ് ഇതാണ് മാൽഗുഡി ഡേയ്സ്. അതിൻ്റെ ഏതെങ്കിലും ഒരു എക്സെപ്റ്റ് എടുത്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഞങ്ങൾക്കൊരു പ്രാവശ്യം മറ്റേ അത്രയും കഥകളൊക്കെ അത്രയും രസമുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചോദിക്കും, ഇത് ഏതിന്ന് എടുക്കുന്നതെന്നൊക്കെ. പുള്ളിക്കാരി പറഞ്ഞു മാൽഗുഡി ഡേയ്സ് ആണ്, അല്ലെങ്കിൽ സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ആയിരിക്കും. പുള്ളിക്കാരിയുടെ കയ്യിൽ ബുക്ക് ഉണ്ടാവും. അത് ഗേൾസാണ് ആദ്യം കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് കിട്ടില്ല, അതിങ്ങനെ കറങ്ങി നടക്കും അതിൻ്റെ ഇടയിൽ. അത് വായിച്ചവർ പിന്നെ എടുത്ത് വായിക്കാറുണ്ട്. ഞങ്ങളുടെ ലൈബ്രറിയിൽ ആ ബുക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് എന്തോ ഒരു വിരോധാഭാസമാണ്. ഞങ്ങൾ ലൈബ്രറിയിനോടൊക്കെ ചോദിച്ചിട്ടും പുള്ളിക്കാരി അങ്ങനെ ബുക്സ് വരുത്താനൊന്നും വലിയ താല്പര്യം കാണിച്ച ആളല്ല. ഇപ്പോൾ പഴയ കളക്ഷൻ വെച്ച് തന്നെ നമുക്ക് അവർക്ക് ക്യൂറേറ്റ് ചെയ്യാനൊന്നും അധികാരമൊന്നുമില്ല. കാരണം അമൃത വിദ്യാലയമായിരുന്നു. അപ്പോൾ അതൊക്കെ വരുന്നത് അവർ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ ഈ ബുക്കൊന്നും അങ്ങനെ വരില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ഞാൻ സീരീസ് മുഴുവൻ കണ്ടതാണ്. അത് എനിക്ക് തോന്നുന്നു 2-3 വട്ടം കണ്ടതാണ്. എക്സാമിനല്ലാതെ ഒരു സ്റ്റോറി 10th പഠിക്കേണ്ടായിരുന്നതാണ്. അത് ഈ യൂണിവേഴ്സ് തന്നെയാണ്. ഒരു പോസ്റ്റ്മാൻ്റെ കഥ ആർക്കെങ്കിലും അറിയാമോ? ഈ സെൻഡഡ് പോസ്റ്റ് കാർഡ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. അതായത് അന്നത്തെ കാലത്ത് സെൻഡഡ് പോസ്റ്റ് കാർഡ്സോ അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ്മാൻ വരുമ്പോൾ പുള്ളിക്ക് പൈസ കൊടുക്കും. എന്തെങ്കിലും മറ്റേ നല്ല ഒരു ഇതുമായിട്ട്, ഒരു മണി ഓർഡറായിട്ട് വരുന്നു, അല്ലെങ്കിൽ നല്ല ന്യൂസുമായിട്ട് വരുമ്പോൾ വീട്ടുകാരെ സന്തോഷത്തിൽ കുറച്ച് പൈസ കൊടുക്കും. അപ്പോൾ അതിൽ
ഒരിക്കലെങ്ങാണ്ട് ഒരു കുടുംബത്തിലൊരു വിവാഹം നടക്കും. ഈ പോസ്റ്റ്മാൻ വളരെ സോഷ്യലാണ്. പുള്ളിക്ക് മനുഷ്യരുടെ വികാരങ്ങൾ കുറെ കൂടി നന്നായിട്ട് മനസ്സിലാകുന്ന ഒരാളാണ്. മാനുഷിക മൂല്യങ്ങളുള്ള ഒരാളാണ്. പുള്ളി ആ കുടുംബത്തിൽ ഏതോ ഒരു മരണം പുള്ളി അറിയിക്കില്ല. അതായത് ഒരു ടെലിഗ്രാം വരും. പക്ഷെ അങ്ങേരത് അറിയിക്കില്ല. കാരണം ആ കുടുംബത്തിലൊരു കല്യാണം നടക്കാനുള്ളത്. ഒരു അകന്ന ബന്ധുവിന്റെ മരണം വരുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം അറിയിച്ചു കഴിഞ്ഞാൽ കല്യാണം നീട്ടിവെക്കും എന്നുള്ളതുകൊണ്ട് അങ്ങേരത് അറിയിക്കാതെ, എന്നിട്ട് അവസാനം വിവാഹമൊക്കെ നടന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം ഇയാൾക്ക് ഈ ടെലിഗ്രാം കൊണ്ട് കൊടുത്തിട്ട് പുള്ളി അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളെ ഇത് അറിയിക്കാൻ പറ്റിയില്ല. കാരണം ഇത് നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇത് ആർ.കെ. നാരായണന്റെ കഥ തന്നെയാണ്. പക്ഷെ അത് ഈ യൂണിവേഴ്സിലുള്ളതാണോന്ന് എനിക്കറിയില്ല. കാരണം പുസ്തകം വായിക്കാത്തതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഈ പോസ്റ്റ്മാൻ്റെ ഇത് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്ന്, പോസ്റ്റ്മാൻ ആക്ച്വലി നമ്മുടെയൊക്കെ ലൈഫിൽ എസ്പെഷ്യലി നാട്ടിൻപുറത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. കാര്യം ഒന്ന്, ഈ കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ പാർട്ടി പുള്ളിയാണല്ലോ. എഴുത്തും വായന അറിയാത്തവർക്ക് വായിച്ചു കൊടുക്കുന്നതും ഇങ്ങേരായിരിക്കും പലപ്പോഴും. അപ്പോൾ പോസ്റ്റ്മാൻ ശരിക്കും നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ്. അവർക്ക് നമ്മൾ ഇപ്പം ഞങ്ങളുടെ അവിടെ പണ്ടൊരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് ഒക്കെ ആയ സമയത്താണ് റിട്ടയർ ചെയ്തത്. അപ്പം അമ്മ വഴിയിലൊക്കെ കണ്ടാലും പുള്ളി എഴുത്തൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മാറി വന്ന പോസ്റ്റ്മാൻ്റെ അടുത്ത് പോസ്റ്റ്മാൻ അമ്മയെ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, എന്നാ തന്നോളൂ, എന്തായാലും ഞാൻ ഇപ്പൊ ഞാൻ വീട്ടിലല്ല, അപ്പൊ വഴിയിൽ കണ്ടപ്പോ അയാൾ പറഞ്ഞു, ഞാൻ തരില്ല കയ്യിൽ, എനിക്ക് നിങ്ങൾ ആരാന്ന് ശരിക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തരില്ല. മറ്റേ പോസ്റ്റ്മാൻ തരുമായിരുന്നു, നിങ്ങളെ പരിചയമുള്ളതുകൊണ്ട്, പക്ഷെ അദ്ദേഹം തരില്ല എന്ന് പറയായിരുന്നു. പോസ്റ്റ്മാൻ ആക്ച്വലി അതൊരു വളരെ ഒരു ആ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടായി പോസ്റ്റ്മാനുമായിട്ട്. ഇപ്പം നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലാണ്ടായി. വേറൊരെണ്ണം എനിക്ക് ഓർമ്മ വരുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടായി, ഇതൊരു സിനിമയില് ഇന്ദ്രൻസ് ആണ് ആ ക്യാരക്ടർ ചെയ്തത്. ഒരു അല്ല ഇന്ദ്രൻസ് തന്നെയാന്ന് തോന്നുന്നു. അപ്പൊ ഒരു പോസ്റ്റ് കാർഡ്, അവിടെ സുഖാണോ, ഇവിടെ സുഖാണോ, അവിടെയും സുഖം ഇവിടെയും സുഖം, ഇത് കൊണ്ടുനടക്കുന്നത് എനിക്കാണോ സുഖം, ഒറ്റേറ്. അത് അതായത് കേരളത്തിൽ നിന്ന് പണ്ടേ ഒരുപാട് ആൾക്കാർ പ്രവാസികളായിട്ട് പോകാറുണ്ടല്ലോ, ജോലി തേടി ദൂരത്തൊക്കെ. അപ്പം ഈ പോസ്റ്റ്മാൻ എന്ന് പറയുന്നതും പുള്ളി കൊണ്ടുവരുന്ന ന്യൂസും ഒക്കെ നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് അങ്ങ് മാറി. ആക്ച്വലി ഭയാനകം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് തകഴിയുടെ ഒരു കഥയെ ബേസ് ചെയ്തുകൊണ്ടാണ്. എനിക്ക് കയറിലെ ഒരു ഭാഗം ബേസ് ചെയ്തുകൊണ്ടാണ്. കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. രഞ്ജി പണിക്കർ. അതെ. അപ്പൊ പുള്ളി ഒരു പോസ്റ്റ്മാൻ ആണ്. കുട്ടനാടിലെ ഒരു ഗ്രാമത്തില് പുള്ളി വരുന്നതാണ്. അവിടെ ഇങ്ങനെ പുള്ളി ആദ്യം ഈ അവിടുത്തെ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പട്ടാളത്തിൽ ചേർന്നിട്ടുണ്ട് ഉപജീവന മാർഗമായിട്ട്. അപ്പോൾ അവരാദ്യം അയച്ചെടുക്കുന്ന ശമ്പളവും കത്തുകളും ഒക്കെ പുള്ളി കൊണ്ടു കൊടുക്കുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കല്യാണത്തിന് വിളിക്കും, വീട്ടിലെന്തെങ്കിലും ചടങ്ങുണ്ടെങ്കിൽ വിളിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരുന്നേ. ഇപ്പോഴാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അതിനുശേഷം പുള്ളി കൊണ്ടുവരുന്നതെല്ലാം ഈ മരണ വാർത്തകളാണ്. മണി ഓർഡറുകളോ കത്തുകളോ അല്ല. ഇപ്പൊ പോസ്റ്റ്മാനെ കാണുമ്പോൾ ആൾക്കാർ ഓടി ഒളിക്കും, നാട്ടുകാർ തല്ലാൻ തുടങ്ങും, ആ സ്ഥിതി വരെയാവും. ഇത് വളരെ നല്ലൊരു സിനിമയാട്ടോ. അതിന്റെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. ഈ ആർ.കെ. നാരായൺ യൂണിവേഴ്സ് തന്നെയല്ലേ സ്വാമി ആൻഡ് ഹിസ് ഫ്രണ്ട്സ്? അതെ, അല്ല, ഒരേ യൂണിവേഴ്സ് ആണ്. അതും ഒരു ഭയങ്കര ഈ പറഞ്ഞ മാതിരി ചെറിയ കഥകളാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഇൻസിഡന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, സ്വാമി മാത്സിൽ ഭയങ്കര പുവറാണ് പൊതുവെ വളരെ. അപ്പൊ അച്ഛനാണ് കണക്ക് പഠിപ്പിക്കാനിരിക്കുന്നത്. ഇവന് മാത്സിൽ ഒരു താല്പര്യവും ഇല്ല. അപ്പൊ വളരെ ചെറിയൊരു കണക്കാണ് കൊടുക്കുന്നത്. അതായത് ഒരു 2 പേര് മാങ്ങ വിൽക്കുന്ന ഒരു കണക്കാണ്. അപ്പൊ 2 പേര്, ഇപ്പൊ അച്ഛൻ ഇവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ നല്ല ക്ഷമയുണ്ടല്ലോ. അപ്പൊ എ ബി എന്നൊക്കെ പറയാണ്ട് അവന്റെ ക്ലാസ്സിൽ പൈ എന്ന് പറയുന്ന മണി എന്നൊരു ചെക്കൻ മണി മാങ്ങ വിൽക്കുകയാണ്. മണി ഒരു മാങ്ങയ്ക്ക് 2 രൂപയാണെങ്കിൽ 3 മാങ്ങയ്ക്ക് വില എത്ര? ഒരു ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, യൂണിറ്ററി മെത്തഡ് പ്ലേയറിലേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഇവന്റെ ചിന്തകളാണ് ഇതിന്റെ രസം. ഇവൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ, മാങ്ങ പഴുത്തതാണോ? പഴുത്തതാണെങ്കിൽ 2 രൂപയ്ക്ക് കൊടുക്കുന്നത് തെറ്റില്ല, പഴുത്തതല്ലെങ്കിൽ അത് നഷ്ടക്കച്ചവടമാണ്. എന്തായിരിക്കും? അപ്പൊ അച്ഛൻ അടിയിട്ടു, അവസാനം അടിയിലാണ് കലാശിക്കണത്.
പക്ഷേ ഈ ഹോൾ സ്റ്റോറി ഈസ് അബൌട്ട് ദ ഫാക്ട് ദറ്റ് ഈ കുട്ടി ഇതിൽ ഇവിടെയൊന്നും അല്ല. അപ്പോൾ കുട്ടികളുടെ വ്യൂ പോയിന്റ് എന്ന് എഴുതിയൊരു കഥ, അതൊരു ഭയങ്കര ഭംഗിയായിട്ടാണ് അത് എഴുതുന്നത്. അവന്റെ അവലാദികളൊക്കെ വേറെയാണ്, അവന്റെ മൊത്തത്തിൽ അവലാദികൾ എന്ത് മാങ്ങിയാണത്. അതൊക്കെയുണ്ട് അതിന്റെ ഇടയ്ക്ക് കൂടെയുള്ള ക്വസ്റ്റ്യൻസ്. അതൊക്കെയാണ് അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥയാണത്, സ്വാമി ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. എനിക്ക് ആ സാറിന്റെ തല്ല് മേടിക്കാൻ പോകുന്ന ഒരു കഥയുണ്ടല്ലോ, അതാണ് ഏറ്റവും ഫേവറേറ്റ്. മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ കത്തെഴുതി കൊണ്ടുപോകുന്ന സംഭവമാണ്. കത്ത് എഴുതിക്കൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ ഇലാബറേറ്റ് ചെയ്യുന്നില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, ഇതൊക്കെ നമ്മുടെ ജനറേഷന് വരെ നല്ലോണം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ജനറേഷന് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പം അങ്ങനെ തല്ലും അങ്ങനെ അടിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ. സാറുമാർക്കൊക്കെ കുറച്ചും കൂടെ നല്ല എന്താ പറയുക ട്രെയിനിങ് ഒക്കെ കിട്ടി അവരിങ്ങനെ കോർപ്പറൽ പണിഷ്മെന്റ് ഒന്നും ചെയ്യാറില്ല. ബട്ട് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷോർട്ട് സ്റ്റോറീസ്. ഞാൻ കുറെ വട്ടം വായിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് സ്കൂളിൽ നിന്ന് ചീത്ത കേട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പറയാൻ പേടിയാ, കാരണം അവിടെ കിട്ടിയതിന്റെ ബാക്കി ചിലപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടും. കിട്ടും. അപ്പൊ ആ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരിയുള്ള സംഭവം ഉണ്ടാവും, ഒരു എഴുത്ത് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറയും, അത് കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, വീണ്ടും കിട്ടിയാലോ അത് മേടിച്ചു. അപ്പൊ അതുകൊണ്ട് അന്ന് കിട്ടിയത് വാങ്ങിച്ച് മിണ്ടാതിരിക്കുകയാണ് എപ്പോഴും അന്ന് നമ്മുടെയൊക്കെ. സാറിന്റെ ഒരു തല്ല് കിട്ടിക്കഴിഞ്ഞാല് സാറ് തല്ലിയതിൽ എന്തെങ്കിലും കാരണം കാണുമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും കിട്ടും. അത്രേ ഉള്ളൂ. പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കൊച്ചായിരുന്നപ്പോൾ വായിച്ച് എൻജോയ് ചെയ്തൊരു സാധനമാണ് തെന്നാലി രാമൻ കഥകൾ. അതും ഇതുപോലെ മാൽഗുഡി ഡേയ്സ് പോലെ ടി വി സീരീസ് ആയിട്ട് അഡോപ്റ്റ് ചെയ്തിരുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഇച്ചിരി എനിക്ക് അത് പിന്നെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ അതിന്റെ ടൈറ്റിൽ സോങ് ഒക്കെ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇച്ചിരി ഈ മറ്റേ നോർത്ത് ഇന്ത്യക്കാരുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റീരിയോ ടൈപ്പ് വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ് എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ഓർമ്മ. കണ്ടിട്ട് കുറെ കൊല്ലമായി. പണ്ട് മറ്റേ ദൂരദർശനിൽ വന്നിരുന്ന തെനാലിരാമനല്ലേ? അത് എനിക്ക് അതെ, അത് തോന്നുന്നു തന്നെ. അന്ന് ഈ മറ്റേ അയ്യോ എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയില്ലേ? മറ്റേ ആ, തമിഴന്മാര് അതെ, അതെ. ഉദ്ദേശിച്ച അതാണ് എൻ്റെ ആ ടൈപ്പ് ഓർമ്മ. ഒരു അതൊക്കെ സാധനമായിരുന്നു. ഉണ്ടായിരുന്നു. അത് ഈ മറ്റേ യൂട്യൂബിലുണ്ട് അതിന്റെ ടൈറ്റിൽ സോങ് അല്ല, ആക്ച്വലി ഒരു എപ്പിസോഡ് എന്തോ ഉണ്ട്. ഈ അത് മ, സീരിയലാണോ അതോ കാർട്ടൂണാണോ? അല്ല സീരിയൽ ഉണ്ടായിരുന്നു. സീരിയലായിരുന്നു. ഓക്കെ. സീരിയലായിരുന്നു. അത് ഞായറാഴ്ചകളിലായിരുന്നു, ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. അത് ആദ്യമൊക്കെ കണ്ടിരുന്നു, പിന്നെ അത് എനിക്ക് തോന്നുന്നു അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയതോ എന്തോ ആണ്. പക്ഷെ തെന്നാലിരാമൻ കഥകളുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം വായിച്ച കളക്ഷൻ എന്ന് പറയുമ്പോൾ തെന്നാലിരാമനോ ബീർബലോ ഏതോ ഒരെണ്ണമാണ്. ലൈബ്രറി ബുക്ക് തന്നെ ആയിരിക്കണം അത്. കുട്ടികൾക്ക് കൂടി ഈ നമ്മുടെ വികടകവി എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, വികടകവി. പാലിൻഡ്രോം, അതിൻ്റെ കഥയൊക്കെ തെന്നാലിരാമനിലല്ലേ വരുന്നത്, അതെ. വികടകവി. അതുണ്ട്. പിന്നെ ഈ ഏതോ ഒരു നാട്ടിലെ ചാരൻ വരുമ്പോൾ ആ ചാരനെ പിടിക്കാൻ വേണ്ടിയിട്ട് പുള്ളി വേഷം മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിന് സംശയമുണ്ട് ചാരനാണ്. ജോത്സ്യനായിട്ട് വരും. എന്നിട്ട് പറയും രാജാവ് ഒരു പാലം കടക്കുകയാണെങ്കിൽ രാജാവ് മരിക്കും എന്ന് പറയും. ഇപ്പൊ രാജാവ് പേടിച്ചിരിക്കാൻ നേരത്ത് ഇയാള് ജോത്സ്യന്റെ അടുത്ത് പറയും നിങ്ങൾക്ക് എത്ര നാൾ ആയുസ്സുണ്ടെന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറയും എത്രയോ വർഷമുണ്ട് എന്ന് പറയുമ്പോ അപ്പൊ തന്നെ തലവെട്ടി കൊല്ലും. എന്നിട്ട് രാജാവിന്റെ അടുത്ത് പറയും കണ്ട അയാളുടെ പ്രവചനം ആ തെറ്റാണ്. കഥ അതെ ആ കഥ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത് നല്ല പിന്നെ മറ്റേ ബീർബലിനും അങ്ങനത്തെ ഒരു കഥയില്ലേ? ഇത് ഞാൻ പറയാൻ വന്നത്, കാരണം അല്ലേ? ബീർബലിലും നസറുദ്ദീൻ ഹോജയിലും തെന്നാലിരാമനിലും തെന്നാലിരാമൻ ഒരേപോലെ ഒരേ സംഭവങ്ങളുണ്ട്, ഒരേ കഥകൾ അക്- തന്നെ. ഈ അക്ബർ കിണർ വറ്റിക്കുന്ന ഒരു കഥയുണ്ടല്ലോ, അതായത് കള്ളന്മാര് ചേർന്നിട്ട് കിണർ വറ്റിക്കാൻ വേണ്ടി മോനോട് പറയുന്നുണ്ട്, ആ കിണറെന്തോ വറ്റിക്കണം, എന്തോ ആവശ്യത്തിന് വറ്റിക്കോ പറമ്പ് കിളയ്ക്കോ എന്തോ ചെയ്യണം. അപ്പോൾ ഇതേ ഇങ്ങനെ പുറത്ത് കള്ളന്മാരെ ഒളിച്ചിരിക്കുന്നത് കാണും. അപ്പോൾ മോനോട് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് കിണറിനകത്തൊരു നിധിയുണ്ട് എന്ന് പറയും. അപ്പോൾ ഇവന്മാര് മോനോടല്ല രാത്രി ഭാര്യയെടുത്താണ്. ഭാര്യയോട് ഭാര്യ എടുത്തു. ഭാര്യയെടുത്ത് പറയും. 4ാം ക്ലാസ് പഠിക്കാനുള്ള ആ അതെ അത് ഫുള്ളാക്കി എടുത്ത് വറ്റിക്കും. പക്ഷെ ഇതേ കഥ മറ്റേ ഹോജയുടെ കഥയായിട്ടും കേട്ടിട്ടുണ്ട്. അങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇതെല്ലാം എഴുതുന്നതായിരിക്കും. ഓപ്പൺ സോഴ്സ് കഥകളാണ്. പിന്നെ അക്ബർ ബീർബൽ സ്റ്റോറീസ് ബേസിക്കലി തെന്നാലിരാമൻ സ്റ്റോറീസ് തന്നെയാണ്. അവരൊരു നോർത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലോട്ട് മാറ്റിയിട്ടതാണ്. പിന്നെ നസറുദ്ദീൻ ഹോജ ഇതെല്ലാം കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോറയും, സെറ്റിങ്സ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ അറേബ്യൻ നൈറ്റ്സ് പഞ്ചതന്ത്രയാണ്. പഞ്ചതന്ത്രയുടെ സ്റ്റോറീസ് ഒക്കെയാണ് സഞ്ചരിച്ച് അറേബ്യൻ നൈറ്റ്സ് കയറി വരുന്നത്. ആക്ച്വലി ആ സ്റ്റോറി സ്ട്രക്ചർ ഇല്ലേ, കഥയ്ക്കുള്ളിലൊരു കഥ, അതും പഞ്ചതന്ത്രമാണ്.
ഈസോപ്പ് ഫേബിൾസും വളരെ സിമിലർ. ഈസോപ്പ് കഥകൾ എന്ന് പറഞ്ഞിട്ട് സിമിലർ ആണ്. അതൊക്കെ വളരെ സിമിലർ കഥകളാണ്. ഈ നമ്മളത് അഡാപ്റ്റ് ഈസോപ്പ് ചെയ്ത് കഥകൾ ശരിക്കും പഞ്ചതന്ത്ര തന്നെയല്ലേ? കാരണം അവിടെയും മൃഗങ്ങള് ഇവിടെ ഈസോപ്സ് ഫേബിൾസ് ഇതൊന്നും പണ്ട് ആലോചിച്ചിട്ടില്ല നമ്മളിതൊക്കെ. ഈ പറഞ്ഞ പോലെ കാക്കയുടെ ബുദ്ധി എന്ന് പറഞ്ഞൊരു കഥയുണ്ടല്ലോ, കുടത്തിന്റെ അകത്ത് കല്ലിടുന്നത്. അതെല്ലായിടത്തും ഉണ്ട് ആ സ്റ്റോറി. പിന്നെ കീരി, മറ്റേ ഗോൾഡൻ ഡക്ക്, മറ്റേ ഡക്ക് ഹു ലേഡ് ദ ഗോൾഡൻ ഹെന്നോ, അല്ല സോറി ഗോൾഡൻ എഗ്ഗോ, ഗോൾഡൻ എഗ്. മോറൽ ഇല്ലാതെ കഥകളില്ല പണ്ടത്തെ കഥകൾക്ക്. എല്ലാം ഒരു മോറൽ എന്തായാലും കാണും. ഇത്തിരി വയലന്റ് ആണെങ്കിലും മോറലുണ്ട്. ഒരു കഥ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഒരു കുറുക്കൻ, ഇത് ഏതിലെ വന്നതെന്ന് അറിയില്ല. ഈ ഈസോപ്പ് കഥകളിലാണോ ഇതിലാണെന്ന് അറിയില്ല. ഒരു കുറുക്കൻ, അതായത് ഒരു കുറുക്കൻ്റെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ഹണ്ടർ, ആ ഹണ്ടർ ഏതോ പന്നിയോ എന്തിനോ വേട്ടയാടുന്നു. കുറച്ച് ഹിംസ്ര ജന്തുവാണ്, അതിനെ വേട്ടയാടുന്നു. അതും ഇയാളും അവസാന നിമിഷം, അതായത് അതിനെ തട്ടുന്നു, പക്ഷെ ഇയാൾക്കും കുറെ മുറിവേറ്റിട്ടുണ്ട്. ഇയാൾ ഹി സക്കംസ് ടു ഹിസ് ഇഞ്ചുറീസ്. അപ്പോൾ രണ്ടുപേരും വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇയാളുടെ അമ്പിൻ്റെ അറ്റത്ത് ഇതിൻ്റെ കുറച്ച് ചോര പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുറുക്കൻ വരുമ്പോൾ നോക്കുമ്പോൾ നല്ല ഫീസ്റ്റാണ്. ഒരു മനുഷ്യൻ, ഒരു ബോറ് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ നമുക്ക് പതുക്കെ സൈഡിൽ നിന്ന് സൈഡ് ഡിഷിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് പുള്ളി ആ അമ്പിൻ്റെ അറ്റത്തുള്ള, അമ്പല്ല മറ്റേ ആ വില്ലിൻ്റെ അറ്റത്ത് കുറച്ച് ചോര പറ്റിയിട്ടുണ്ട്. അതൊന്ന് നക്കിയെടുക്കാൻ നോക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ മറ്റേ ബോയിൻ്റെ ആ സ്ട്രിങ് അങ്ങ് റിലീസാവും. അപ്പോൾ അതിൻ്റെ അത്രയും ടെൻഷൻ കാരണം പുള്ളിയുടെ തലയ്ക്ക് ആ ബോ അടിച്ചിട്ട് കുറുക്കൻ അങ്ങ് ചത്തുപോകും. അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു. ആ കഥ എനിക്ക് ഓർമ്മ, അത് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ്, പഞ്ചതന്ത്രം അല്ലെങ്കിൽ ഈസോപ്പ് കഥകൾ ഏതെങ്കിലും ഒന്നാണ്. ഇത് നല്ല ഈസോപ്പ് ആണെന്നാണ് എന്റെ ഓർമ്മ. എല്ലാം അയ്യോ, ഡാർക്ക് പഞ്ചതന്ത്രം ഭയങ്കര ഡാർക്കാണ്. ഡാർക്ക് ബെസ്റ്റ് അല്ല, ബെസ്റ്റ് ഡാർക്ക് കഥകൾ എപ്പോഴും ഇത് ഗ്രിം ടേൽസ് ആണ്, ഫെയറി ടേൽസ്. ആക്ച്വലി ഗ്രിം ബ്രദേഴ്സ് ഫെയറി ടേൽസിന്റെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു. നമ്മളിപ്പോ അത് ബിഗ് ബാങ് തിയറിക്കകത്ത് പറയുന്നുണ്ട്. ബിഗ് ബാങ് തിയറിക്ക് രാജ് കൂത്രപ്പള്ളിന്ന് അറിയാമല്ലോ, പുള്ളിയുടെ ഒരു ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട്. പുള്ളിക്കാരി ഇച്ചിരി മോർബിഡ് സാധനങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉള്ള ആളാണ്. പുള്ളിക്കാരിയും ബേർണഡറ്റുമായിട്ടൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട്, അവർ ഹാലോവീന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന കാര്യം പറയുകയാണ്. അപ്പോൾ പറയുന്നത് സിൻഡ്രല്ലയുടെ കഥ പറയും. സിൻഡ്രല്ലയുടെ കഥ പറയുമ്പോൾ സിൻഡ്രല്ലയുടെ കഥ അറിയാമല്ലോ. അതായത് അവരുടെ സിസ്റ്റേഴ്സ് ആ ഷൂവിലേക്ക് കാല് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാല് ചെത്തിക്കളയുന്നൊരു സംഭവം പറയുന്നുണ്ട്. കാൽപാദം ചെത്തുന്ന കാര്യം പറയുന്നിട്ടില്ല. അത് പറയുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഓരോ കഥ ഇങ്ങനെ മാറ്റി മാറ്റി പറയും. സ്നോ വൈറ്റിൻ്റെ കഥയിലും ഒരു മോർബിഡായിട്ടുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെ ഗ്രിം ബ്രദേഴ്സ് ഫെയറി ടേൽസ് എല്ലാം അഡൽട്ട് കഥകളായിരുന്നു. അതിനെ പിടിച്ച് ആംഗ്ലിസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ആ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി കുട്ടികൾക്ക് വേണ്ടിയുള്ളതാക്കി മാറ്റിയതാണ്. അഡൽട്ട് എന്ന് പറയാൻ പറ്റില്ല, അത് ഒരു വേറൊരു കാലഘട്ടത്തിലെ കുട്ടികൾക്കുള്ള മേ ബി ആയിരിക്കാം. സെൻസേർഡ് വേർഷൻസ്, ഡിസ്നിക്ക് വേണ്ടി സെൻസർ ചെയ്ത കാര്യങ്ങൾ. ഡിസ്നി ഒരിക്കലും അത് ലയൺ കിങ്ങിലാണ് ഡിസ്നി ആദ്യമായിട്ട് ഒരു ക്യാരക്ടറിനെ കൊല്ലുന്നത്, മുഫാസ മരിക്കുന്നത്. അത്രയും നാള് ഡിസ്നിയുടെ കഥകളിൽ ഒരു ഇതുപോലും മരിച്ചിട്ടില്ല, മരണം ഉണ്ടായിട്ടില്ല. മരണം ഉണ്ടായിട്ടുണ്ട്, ബാംബിക്കകത്തും മരണം ഓഫ് സ്ക്രീൻ ആയിരുന്നു. ഓൺ സ്ക്രീൻ ഡെത്ത് ആദ്യമായിട്ട് മുഫാസയായിരുന്നു. ഇത് വില്ലന്മാർ ചാവുന്നു ഒന്നില്ലേ സ്നോ വൈറ്റിലൊക്കെ? സ്നോ വൈറ്റ് ഈ പറഞ്ഞ പോലെ ഡ്രാഗണും മറ്റേ കത്തിപ്പോകുന്നു അല്ലെങ്കിൽ അപ്രത്യക്ഷരാകുന്നു, അങ്ങനത്തെ മരണങ്ങൾ. അതായത് അത് നമുക്ക് പ്രശ്നമല്ല. Nobody cares about bitches. അത് പറഞ്ഞപ്പോഴാണ് ഈ വർഷം ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, ദ അഗ്ലി സ്റ്റെപ്പ് സിസ്റ്റർ. അത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ്. കാല് മുറിച്ച് ഷൂസിനകത്ത് കയറ്റാൻ നോക്കുന്നതും. പിന്നെ ശരിക്കുള്ള കഥയില് സിൻഡ്രല്ലയെ കെട്ടിക്കൊണ്ട് പോയ ശേഷം കാക്കകൾ വന്നിട്ട് സ്റ്റെപ്പ് സിസ്റ്റേഴ്സിന്റെ ഒക്കെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു. അതൊക്കെ സൂപ്പർ ഡാർക്കാ. സ്നോ വൈറ്റിന്റെ സ്വന്തം അമ്മയാണ് അസൂയ മൂത്തിട്ട് കാട്ടിക്കൊണ്ട് കളയുന്നത്. സ്റ്റെപ്പ് മദർ അല്ല. അല്ല, ഗ്രിം ബ്രദേഴ്സിലാണ് ഫെയറി ടേൽസ് അങ്ങനെയാണ്. നമ്മളൊക്കെ വായിച്ചപ്പോഴേക്കും അത് സ്റ്റെപ്പ് മദറായി മാറി. പാവ സ്റ്റെപ്പ് മദേഴ്സിന് എല്ലാവരും അടിയായിപ്പോയി. ഈ കഥകൾ ഞാൻ വായിച്ചു. സോറി ഒരു മിനിറ്റ്, ഒരു കാര്യം.
ഇത് ആക്ച്വലി ഈ ഗ്രിംസ് ഫെയറി ടെയിൽസ് ആക്ച്വലി ഇവർക്ക് ചേർച്ചുമായിട്ടും ഇതുമായിട്ടൊക്കെ ഭയങ്കര ബന്ധമുണ്ട് ഇങ്ങനത്തെ കഥകളിൽ. ഈ ബ്രൂട്ടാലിറ്റി അല്ല, അതായത് ഒരു വളരെ സ്ട്രോങ് ആയിട്ട് പറയാണ്, ഇഫ് യു ഡു ബാഡ് തിങ്സ് റിയലി ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ ടു യു എന്നുള്ളത് എംഫസൈസ് ചെയ്യുന്ന കഥകളാണ് ഇത് മുഴുവനും. മറ്റിപ്പം ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിന്റെ കണ്ണ് പറിക്കുന്നതൊക്കെ അതൊക്കെ ഇതിലുള്ള എന്താ പറയാ പണിഷ്മെന്റ് ഫോർ ബീങ് റൂഡ് ആൻഡ് ഈവിൾ എന്നുള്ളതിൻ്റെയൊക്കെ അതൊന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മളോട് പണ്ട് പറയില്ലേ, ഈ ഉറുമ്പിനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ ചെല്ലുമ്പോൾ ചട്ടിയിലിട്ട് വറക്കും എന്നൊക്കെ പറയണത്. നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ചട്ടിയിലിട്ട് വറക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. അതൊക്കെ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ പേടിച്ച് രാത്രി ഉറങ്ങില്ല. പക്ഷെ നമ്മളൊക്കെ അത് അങ്ങോട്ട് എംബൈബ് ചെയ്തോ, ശരി അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുമായിരിക്കും നമ്മളത് അതിൽ വിട്ടു അത്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു വേറൊരു വേർഷനാണ് ഈ ഒറിജിനൽ ഗ്രിംസിൽ ഇങ്ങനെ ഈ കഥകൾ ഇങ്ങനെ തന്നെ പറഞ്ഞു വെച്ചിരുന്നത്. അതായത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല, അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല, സംഭവിക്കും പറഞ്ഞാൽ മതി. ദേവർ ബാനിഷ് ഫ്രം ദ കിങ്ഡം എന്ന് പറഞ്ഞാലും മതി, അത് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല അവിടെയൊന്നും. പക്ഷെ എന്നാ ഇരിക്കട്ടെ, കാലും പോട്ടെ കണ്ടും പോട്ടെ. ഈ സ്റ്റോറിക്കുള്ളിലെ സ്റ്റോറി എന്ന് പറയുന്ന ഫ്രെയിമിംഗ് ഉണ്ടല്ലോ, അത് അങ്ങനെ പറയുകയാണെങ്കിൽ വേതാള കഥകൾ. വിക്രം വേതാൾ. അത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേ കാര്യം തന്നെ അതെ അതെ പറഞ്ഞു. ചെയ്തിട്ടുണ്ടോ നമ്മള് സ്റ്റോറി വിത്ത് സ്റ്റോറി അറേബ്യൻ നൈറ്റ്സും സെയിം തിങ് അല്ലേ, അറേബ്യൻ സ്റ്റോറിക്കുള്ളിലെ സ്റ്റോറി. എല്ലാം പഞ്ചതന്ത്ര കൊണ്ടുവന്നെയാണ്. മഹാഭാരതവും എല്ലാം അങ്ങനെയാണ്. മഹാഭാരതത്തിലും നമ്മളിപ്പം ഒരുപാട് കേൾക്കുന്ന പുരാണ കഥകളൊക്കെ ഇല്ലേ, നളദമയന്തി അങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ, അതൊക്കെ മഹാഭാരതത്തിൽ തന്നെ സ്റ്റോറി വിത്തിൻ സ്റ്റോറി ആയിട്ട് ഉപകഥകൾ. ഉള്ള ഉപകഥകൾ. ഇവൻ രാമായണം തുടങ്ങുന്നത് അങ്ങനെയല്ലേ എഴുതാൻ? അതിന്റെ ഒരു ഒറിജിൻ സ്റ്റോറി ഉണ്ടല്ലോ, വ്യാസന്റെ ഒറിജിൻ സ്റ്റോറി, അല്ല വാൽമീകി. വാൽമീകി. സ്റ്റോറി ഉണ്ടല്ലോ, അതൊക്കെ ഉത്ഭവിക്കുന്ന കഥകളാണ്. മഹാഭാരതത്തിനകത്ത് വേറെ രാമായണമുണ്ട്, വ്യാസരാമായണമുണ്ട്. വാൽമീകി രാമായണത്തിന് കുറച്ച് വ്യത്യസ്തമായിട്ട് അങ്ങനെ പോകും ഇങ്ങനെ ഉപകഥകൾ. നെറ്റ്ഫ്ലിക്സിൽ കുരുക്ഷേത്ര കണ്ടോ ആരെങ്കിലും? പുതിയ ഇല്ല, അത് കാണിക്കണം, പിള്ളേരത് കാണിക്കണമെന്നുണ്ട്. 10 എപ്പിസോഡ് അങ്ങനെ വെബ് സീരീസ് അല്ലേ, നല്ലതാണോ? അനിമേഷൻ നല്ലതാണെന്ന് കേട്ടെ, കേട്ടെ. പൊതുവെ നല്ല റിവ്യൂസ് കേട്ടെ. ഞാൻ നെറ്റ്ഫ്ലിക്സിനകത്ത് മറ്റേ മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞ പടം വന്നു എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കാണിക്കാന്ന് വിചാരിച്ചു. ഞാനത് തുടങ്ങിയപ്പോൾ തന്നെ അതിൽ ഇച്ചിരി അത് പറ്റില്ലെന്ന് മനസ്സിലായപ്പോ ഞാനത് ഓഫ് ചെയ്ത് കളഞ്ഞു. കുട്ടികളെ കാണിക്കാൻ പറ്റൂല, അത് തുടക്കം തന്നെ ഭയങ്കര മോർബിഡ് ആണോ? അങ്ങനെയല്ല, സെക്ഷൽ ആയിട്ടാണ് തുടങ്ങുന്നത്. അതെ, അത് ഇറ്റ് വാസ് എ ബിറ്റ് സ്ട്രെച്ച്ഡ് ഔട്ട് ഓക്വേർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അനിമേഷൻ നല്ലതായിരുന്നു. സ്റ്റോറിയിലോ? അത് കണ്ടു നോക്ക്, ഒറ്റയ്ക്കിരുന്ന് കണ്ടാ മതി, പിള്ളേരെ കണ്ടിക്കരുത്. ഈ ഒറിജിൻ ഓഫ് ഹിരണ്യകശിപു ആൻഡ് ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ മതി. അതെ, രണ്ട് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കഥ തുടങ്ങിയത്, അതുകൊണ്ട് അവരുണ്ടായ കഥയൊന്നും എനിക്കറിയില്ല. എന്നിട്ട് രസം എന്ന് വെച്ചാൽ ഇത് ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് ബാക്കി സെക്ഷൻ കാണിച്ചപ്പോ ഒരു സീനുണ്ട്, വരാഹവും ഹിരണ്യാക്ഷനും തമ്മിലൊരു അടി. ലാസ്റ്റ് വരാഹം ഒരു ഇടി കൊടുക്കും, കൃഷ്ണകുമാറിന് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ഇടിയില് ഇങ്ങനെ കണ്ണ് രണ്ടും തെറിച്ച് വെളിയിലോട്ട് പോകും. അത് കുറച്ച് വയലന്റ് ആണ്. ഇതൊന്നും പിള്ളേരെ ഇതെങ്ങനെ പിള്ളേർ ഇത് അവര് മാർക്കറ്റ് ചെയ്തതാണോന്ന് അറിഞ്ഞൂടാ. പക്ഷെ പൊതുവെ ഞാൻ കേട്ടിട്ടുള്ളത് അല്ല, ഇത് ഒരു കിഡ്സ് മൂവി ആയിട്ടാണ് പൊതുവെ അറിയപ്പെട്ടത്. തിയേറ്റർ റെസ്പോൺസ് കാണിക്കുമ്പോഴൊക്കെ കുട്ടികളുടെ പടമായിട്ടാണ് കാണിക്കുന്നത്. കാണാൻ ഏത് യൂണിവേഴ്സാണെന്ന് അറിയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്കൊരുമാതിരി തോന്നി. പിള്ളേരുടെ ഇതൊരു മാർക്കോ സത്യം. വിഷ്ണു ഭയങ്കര സൂപ്പർ ബിസി ആയിരുന്നു. കാരണം വരാഹം നരസിംഹം 2 അവതാരങ്ങൾ അടുപ്പിച്ചെടുക്കേണ്ടി വന്നു ഈ 2 ബ്രദേഴ്സിന്റെ പണി തീർക്കാനായിട്ട്. ഒരേ സമയത്ത് അവതാരങ്ങൾ എടുത്തിട്ടുള്ള ആൾക്കാർ. ക്രോസ് ഓവേഴ്സ് ഇല്ലേ, പരശുരാമനും ശ്രീരാമനൊക്കെ ഒന്നിച്ച് കാണുന്നില്ലേ. കൃഷ്ണന്റെ സമയമുണ്ട്. എനിക്ക് അതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. വേറെ ക്വസ്റ്റ്യൻ, പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണല്ലോ കേരളം ഉണ്ടായത്. അപ്പൊ ഞാൻ മഹാബലി. അപ്പൊ അപ്പൊ ഈ ക്വസ്റ്റ്യൻ, അപ്പൊ വാമനോ? കൺഫ്യൂഷൻ ആയല്ലോ. അത് സിമ്പിൾ ആണ്.
പരശുരാമൻ മഴ പറഞ്ഞ കേരളം ഉണ്ടായെന്നുള്ളത് കേരളത്തിന്റെ മാത്രം കഥയാണ്, കേരളോൽപ്പത്തിയിലുള്ള കഥയാണ്, പുരാണങ്ങളിലില്ല. പിന്നെ മഹാബലിയുടെ കഥ എടുക്കുവാണെങ്കിലും മഹാബലി എന്താണ് ഈ കേരളത്തിന് മാത്രം സ്പെഷ്യാലിറ്റി, പുള്ളി ഈ ലോകം മൊത്തം ഭരിച്ചതല്ലേ. അത് മാത്രമല്ല, പുരാണങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ യാഗം നടക്കുന്ന സ്ഥലം നർമ്മദ നദിയുടെ തീരത്താണ്. അപ്പൊ ഗുജറാത്തിലാണ് മഹാബലി ഉണ്ടായിരുന്നത്, അവരാണ് ആഘോഷിക്കേണ്ടത്. ഒരു പക്ഷേ ചിലപ്പോൾ ദ്രാവിഡന്മാർ ആ സമയത്ത് ഗുജറാത്തിലായിരുന്നിരിക്കും. എന്നിട്ടാണ് വാമന ജയന്തി എന്നും പറഞ്ഞോണ്ട് വരുന്നത്. അതും നമ്മൾ ടെക്നിക്കലി സത്യം കേട്ടോ, അവര് പറഞ്ഞ ടെക്നിക്കലി കറക്റ്റ് ആണ്. കാരണം മഹാബലിക്ക് ഓണത്തിലൊരു റോള് വരുന്നത് വളരെ വൈകിയാണ്. ഓണത്തിനെ കുറിച്ചുള്ള ഫസ്റ്റ് റെഫറൻസ് ഒരു സംഘകാല കൃതിയിലാണ്. അതില് മായോന്റെ ബർത്ത്ഡേ ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. മായോ എന്ന് പറയുന്നത് കൃഷ്ണനാണ്. ഉം. മായോ എന്ന് പറയുന്നത് ദ്രാവിഡ ദേവനാണ്. നമ്മളത് കൃഷ്ണനുമായിട്ട് മേർജ് ചെയ്തു ഇവഞ്ച്വലി. കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു. അപ്പൊ വിഷ്ണുവിന്റെ ബർത്ത്ഡേ ആണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഓണത്തപ്പൻ എന്നൊക്കെ പറയുന്നത്. ഇത് ആക്ച്വലി വാമന ജയന്തി തന്നെയാണ്. വാമനനാണ് ഓണത്തപ്പൻ. വിഷ്ണുവിന് എത്ര ബർത്ത്ഡേ ഉണ്ട്? ഒരാൾക്ക് ഇത്ര അധികം ബർത്ത്ഡേ ഉണ്ടാകാൻ പാടുണ്ടോ? ഓരോ അവതാരത്തിനും ഓരോ ബർത്ത്ഡേ. അതെ, അഷ്ടമിക്ക് ഒരു ബർത്ത്ഡേ, എന്താ പറയാ, ശ്രീരാമന്റെ ബർത്ത്ഡേ വേറെ, വാമന ജയന്തി വേറെ, ബർത്ത്ഡേ സെലിബ്രേഷൻ. നമുക്ക് രണ്ട് കൃഷ്ണ ജയന്തി ഇല്ലേ? നോർത്ത് ഇന്ത്യൻസ് വേറെ ദിവസം ആഘോഷിക്കും, നമ്മൾ വേറൊരു ദിവസം ആഘോഷിക്കും. നമുക്ക് അഷ്ടമി രോഹിണിയല്ലേ? ജന്മാഷ്ടമി 2 ദിവസം ഉണ്ട്. ജന്മാഷ്ടമി നമ്മളെ ഫോളോ ചെയ്യുന്ന കലണ്ടർ അനുസരിച്ച് ചെറിയ വ്യത്യാസം. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വഴുതി പോകുന്നു. ബാക്ക് ടു ഷോർട്ട് സ്റ്റോറീസ്. പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ നാള് ഷോർട്ട് സ്റ്റോറീസ് വായിച്ചിട്ടില്ല. ഇങ്ങനെ നോവൽസിലോട്ടൊക്കെ പോയിട്ട് ഒടുവിൽ ഷോർട്ട് സ്റ്റോറീസിൽ തിരിച്ചു കൊണ്ടുവന്ന സ്റ്റീഫൻ കിങ്ങിന്റെ നൈറ്റ് ഷിഫ്റ്റ് ആണ്. അത് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ജസ്റ്റ് കമ്മിങ് ബാക്ക് ടു ഇറ്റ്, ഐ തിങ്ക് എനിക്ക് പേഴ്സണലി ഞാൻ സ്റ്റീഫൻ കിങ്ങിന്റെ വായിച്ചിട്ടുള്ളതിൽ എൻ്റെ ഫേവറേറ്റ് ഡെഫിനറ്റ്ലി നൈറ്റ് ഷിഫ്റ്റ് ആണ്. മാംഗ്ലറും ബൂഗിമാനും ഒക്കെ ഇപ്പോഴും ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് ക്രീപ്പി ഇമേജസ്. മാംഗ്ലർ നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇത് പുള്ളിയുടെ ടെക്സ്റ്റൈൽ മില്ലിന്റെ കഥയാണ് കേട്ടോ. ഒരു പുള്ളിയുടെ കഥയില് പുള്ളി പണ്ട് ഇവിടെ വർക്ക് ചെയ്തിരുന്നു, ഒരു ടെക്സ്റ്റൈൽ മില്ല്, തുണി മടക്കാൻ. അപ്പോൾ അവിടെ ഈ തുണി പ്രസ് ചെയ്യുന്ന ഒരു മെഷീനാണ് മാംഗ്ലർ. അതിൽ 2 ഡ്രംസ് ഉണ്ട്. ആ ഡ്രംസ് അതിന്റെ ഇടയിൽ കൂടെ തുണി കടത്തി വിടുമ്പോൾ ആ ഡ്രംസ് ഈ തുണിയെ ഇങ്ങനെ ചേർത്ത് തേച്ച് വടിയാക്കി തരും. അതാണ് സാധനം. അപ്പോൾ അത് പൊസസ്ഡ് ആവുന്നതാണ്. ഉഗ്ര സാധനമാണ്. അതുപോലെ അതിൽ തന്നെ വേറെ ഉള്ളതാണ് ഈ ബൂഗിമാൻ. ബൂഗിമാൻ ഒരു എനിക്ക് തോന്നുന്നു ദ ഫസ്റ്റ് ഗുഡ് ബൂഗിമാൻ സ്റ്റോറി ദാറ്റ് ഐ ഹാവ് റെഡ്. ഒരാള് രാത്രി ഭാര്യ വീട്ടിലില്ല, 3 ചെറിയ മക്കളെന്തോ ഉണ്ട് അയാൾക്ക്. മക്കളുമായിട്ടിരിക്കും. അപ്പം മക്കളുടെ കൂടെ ഇയാൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ മക്കൾക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ മക്കളെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ബൂഗിമാൻ മക്കളെ കൊന്നുകളയും. അപ്പോ ഇയാള് ബേസിക്കലി ബൂഗിമാൻ ഇയാളെ ക്രീപ്പ് ഔട്ട് ചെയ്യാണ് വേറെ മുറിയിൽ പോയി കിടക്കാനായിട്ട്. അതാണ് കഥ. അതും എക്സ്ട്രീംലി ഗുഡ് വൺ. പിന്നെ അതുപോലെ ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ ഉണ്ടായിരുന്നു. ഫ്യൂച്ചറിൽ ഒരു നാസ സയന്റിസ്റ്റ് ജൂപ്പിറ്ററിൽ എന്തോ അറ്റ്മോസ്ഫിയറിൽ അവര് ഓർബിറ്റ് ചെയ്യുമ്പോൾ മെഷീൻ എന്തോ കേടായിട്ട് അയാൾ അതിൻ്റെ അകത്ത് ഇറങ്ങുന്നതും ജൂപ്പിറ്ററിൽ ഒരു ഏലിയൻ അയാളെ പൊസസ് ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വരുന്നതാണ്. അത് മൂന്നും എനിക്ക് നല്ലപോലെ ഓർമ്മയുള്ള നല്ല ഉഗ്രൻ സാധനങ്ങളായിരുന്നു. ഒന്നിൻ്റെയും അവസാനം ഞാൻ പറയുന്നില്ല. അമേസിങ് സ്റ്റോറീസ്. നിങ്ങളെല്ലാം നല്ല കട്ട സ്റ്റീഫൻ കിങ് ഫാൻസ് ആണെന്നറിയാം. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല, പക്ഷെ എപ്പോഴും നിങ്ങൾ അതിന്റെ ഓരോ പ്രിമൈസ് പറയുമല്ലോ, അത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെങ്ങനെ ആലോചിച്ചു, ഇതൊരു പ്രിമൈസ് ആണോ എന്ന് തന്നെ ഞാൻ ആലോചിക്കും. മാംഗ്ലറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു മെഷീൻ പ്രേതം പ്രോസസ് ചെയ്യുന്നത്.
പിന്നെ ഒരു കാറിനെ പൊസസ് ചെയ്യുന്നില്ല ക്രിസ്റ്റീനോ. ക്രിസ്റ്റീൻ ക്രിസ്റ്റീൻ നോവലല്ലേ ക്രിസ്റ്റീൻ? ആ നോവല് ശരിയാണ്. പൂജോ ഉണ്ട് പട്ടിയുടെ. പൂജോ പട്ടി ഗ്രേസാണ്. പൂജ ഉഗ്ര സാധനമാണ്. ഇതൊക്കെ ശരിക്കും പേടിപ്പിക്കുന്നതാണോ എന്ന് ഇങ്ങനെ ആലോചിക്കും. പിന്നെ ഒരു പൊസസ്ഡ് ആയിട്ടുള്ള കാർ എന്ത് ചെയ്യാനാണ്? നമ്മളൊരു ഫുട്പാത്തിലോട്ട് കയറുന്ന തീർന്നില്ലേ എന്നൊക്കെ ആലോചിക്കും. പക്ഷെ അത് ഇതെല്ലാം വായിക്കണം. നല്ലൊരു ഫുട്പാത്തില് കയറി നിൽക്കുന്നവരെ തീർത്തുകൊണ്ടാണ് മിസ്റ്റർ മെർസിഡീസ് തുടങ്ങുന്നത് തന്നെ. വെസ്റ്റേൺ മെർസിഡീസ്. ഹൊററിനേക്കാളും മിസ്റ്ററിയാണ്. മിസ്റ്ററി. തേർഡ് പാർട്ടാണ് ഹൊറർ ആവുന്നത്. ഫസ്റ്റ് സെക്കൻഡും കൂടുതൽ മിസ്റ്ററിയാണ്. അല്ലല്ല, ഫസ്റ്റിലും ഉണ്ടല്ലോ. ഫസ്റ്റിലാണ് ഹൊറർ ഇല്ല. ഹൊറർ ആസ് ഇൻ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഇല്ലല്ലോ. അതിലാണല്ലോ ഫസ്റ്റില് സൂപ്പർ നാച്ചുറൽ ഇല്ലല്ലോ. ഫസ്റ്റിലില്ല, ഉണ്ട്. തേർഡിലാണ്. ടൈലർ സ്വിഫ്റ്റിന്റെ കോൺസേർട്ടിന് പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതില്. എനിക്ക് ഓർമ്മയില്ല. ഈ ഷോർട്ട് സ്റ്റോറീസിൽ ഞാൻ പുള്ളിയുടെ നൈറ്റ് ഷിഫ്റ്റിന് മുമ്പ് വായിച്ചത് സ്കെലിറ്റൺ ക്രൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അതിനകത്ത് അതിലൊരു കഥയുണ്ട്, ഒരു ഹിയർ ദെയർ ബി ടൈഗേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. സിമ്പിൾ കഥയാണ്, ഒന്നുമില്ല അതിനകത്ത്. അതായത് ഒരു കുട്ടി മറ്റേ സ്കൂളിൻ്റെ റെസ്റ്റ് റൂമിൽ പുള്ളി ക്ലാസ്സിനിടയ്ക്ക്, അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു മാമാണ്, പുള്ളിക്കാരി എടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് റെസ്റ്റ് റൂമിൽ പോകുമ്പോൾ അതിനകത്തൊരു ടൈഗറിനെ കാണുന്നു. അതാണ് കഥ. സിമ്പിൾ കഥയാണ്. അത് നമ്മുടെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാൽവിൻ ഹോബ്സിൻ്റെ കഥ പോലെ തോന്നും. എൻഡിങ് പറയുന്നില്ല, വളരെ സിമ്പിളായിട്ടൊരു ഒരു എന്താ പറയുക, ഒരു പുള്ളിയുടെ ആദ്യത്തെ കഥകളിൽ ഒന്നും ആയിരിക്കണം. പക്ഷേ ഈ സക്സസ് വന്നതിന് ശേഷം പുള്ളി കുറേ കഥകൾ, പഴയ സാധനങ്ങളൊക്കെ എടുത്ത് അലക്കിയിട്ടുണ്ടാവണം, റീറൈറ്റ് ചെയ്തതൊക്കെ ആയിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മിസ്സസ് ടോഡ്സ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞൊരു കഥ. അതായത് ഒരു എപ്പോഴും ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നൊരു ആളാണ്, അമ്മച്ചിയാണോ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അതിങ്ങനെ കുറഞ്ഞു വരുന്നതും, പിന്നെ ആ കഥയിൽ ഇയാൾ വരുന്ന വഴിയെ പറ്റിയിട്ട് ഈ ബാക്കിയുള്ള ആൾക്കാർക്ക് ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതും, അങ്ങനെ ഒരു സംഭവമാണ്. ദ റാഫ്റ്റ് എന്നൊരു സാധനമുണ്ട്. അത് സാധാരണ മറ്റേ നമ്മുടെ പിക്നിക് ഫെസ്റ്റ് ഇതില്ലേ, എന്നിട്ട് നമ്മുടെ എന്താ പറയുക, ഈ ടീനേജേഴ്സ് ഒന്നിച്ചൊരു സ്ഥലത്ത് പോയിട്ട് ക്യാബിനിൽ അപ്രത്യക്ഷമാവുന്നതും അങ്ങനത്തെ ടൈപ്പ് കഥകളില്ലേ, ഹൊറർ കഥകളുണ്ടല്ലോ, അങ്ങനെ ടൈപ്പ് ഒരു ജോണറിൽപ്പെട്ടതാണ്. ഇത് റാഫ്റ്റാണ്. വെള്ളത്തിൽ ഒരു റാഫ്റ്റിൽ ഇവരിങ്ങനെ ട്രാവൽ ചെയ്യുന്നതും, ആ മറ്റേ ആ വാട്ടർ ബോഡിയിൽ എന്തോ ഒരു സാധനമുണ്ട്, അതെന്താണെന്ന് പറയില്ല, അതാണ് ഒരു രസം. ഇത് എന്തോ ഒരു സാധനമുണ്ട്, അത് ആൾക്കാരെ ഹണ്ട് ചെയ്യുന്നു. അതൊരിക്കലും കാണിക്കുന്നില്ല, കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല, പുള്ളി ഇത് പറയുന്നില്ല, പുള്ളി നമുക്ക് വിട്ടിരിക്കുകയാണ്. അതേപോലെ ദ ജോണ്ട് എന്നൊരു സാധനമുണ്ട്, സയൻസ് ഫിക്ഷനാണ്. കുട്ടികളിങ്ങനെ ഒരു ഫാമിലി, അവർ എന്തോ സ്പേസ് ട്രാവലിന് വേണ്ടിയിട്ട് എന്തോ ടെലിപ്പോർട്ടേഷനോ അങ്ങനെ എന്തോ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. അതിൻ്റെ എൻഡിങ് ഒരു ഇച്ചിരി ഗ്രിമ്മായിട്ടുള്ള എൻഡിങ്. എല്ലാം ഗ്രിമ്മാണ്, ഇത് കുറച്ചുകൂടി എനിക്ക് ഭയപ്പെടുത്തിയൊരു സാധനമാണ്. അങ്കിൾ ഓട്ടോസ് ട്രക്കിൻ്റെ ഇത് ഓർമ്മയുണ്ടോ? ഇതും പൊസസ്ഡ് ആയിട്ടൊരു വണ്ടിയെ പറ്റിയിട്ടാണ്, അങ്കിൾ ഓട്ടോസ് ട്രക്ക്. പക്ഷെ നമ്മളെ കാണിക്കുന്നില്ല അത് പൊസസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്നൊന്നും. പിന്നെ ഈ പറഞ്ഞ കഥയ്ക്കകത്ത് ഒരു റിക്കറിംഗ് ആയിട്ടൊരു സാധനം വരുന്നുണ്ട്, മിൽക്ക് മാൻ എന്ന് പറഞ്ഞിട്ടൊരാൾ. ഒരു മിൽക്ക് മാൻ വന്നിട്ട് എല്ലാ വീടുകളിലും വന്നിട്ട് ഓരോ സാധനങ്ങൾ, പുള്ളി വളരെ വളരെ ജോവിയലായിട്ടൊരാളാണ്. എല്ലാ വീട്ടുകാരെ പറ്റിയിട്ട് ഗോസിപ്പൊക്കെ സ്വയം ഇങ്ങനെ പറഞ്ഞു ചെന്ന് എല്ലാ വീട്ടിലും ഓരോ മിൽക്ക് ബോട്ടിൽ വെക്കുന്നത്, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സാധനം വെച്ചിട്ടുണ്ടാവും പുള്ളി, ഒരു പാമ്പിനെയോ പഴുതാരേനെയോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. അതിങ്ങനെ റിക്കറിംഗ് ആയിട്ട് ഓരോ കഥയുടെ ഇടയിലും ഇങ്ങനെ ചെറിയ ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ബീച്ച് വേൾഡ് എന്നൊരു സാധനമുണ്ട്. ഇതൊന്നും അധികം വായിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സാധനങ്ങളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ബീച്ച് വേൾഡ് ഒരു പ്ലാനറ്റിൽ ഒരു ഫുൾ സാൻഡ് മാത്രമേ ഉള്ളൂ പ്ലാനറ്റിൽ, ബട്ട് ദാറ്റ് സാൻഡ് ഹാസ് എ മൈൻഡ് ഓഫ് ഇറ്റ്സ് ഓൺ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു സ്പേസ് ക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിൻ്റെ കഥയാണ്. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് വിട്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. സർവൈവർ ടൈപ്പ് വായിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഒരു റോബിൻസൺ ക്രൂസോ ടൈപ്പ് കഥയാണ്. അതിൽ ഒരാളൊരു ഐലൻഡിൽ സ്ട്രാൻഡഡ് ആവുന്നു, അയാൾ പതുക്കെ അയാളുടെ ഡയറി എഴുതാൻ തുടങ്ങും. ആ ഡയറി കൂടെയാണ് കഥകൾ ഇങ്ങനെ പോകുന്നത്. പതുക്കെ അയാളുടെ മൈൻഡ് അൺട്രാവൽ ചെയ്യുന്നതാണ് കഥ. അവസാനമാകുമ്പോൾ നമുക്ക് അയാൾ പറയുന്നത് പകുതിയും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം സ്റ്റേറ്റൊക്കെ മാറി, പുള്ളിയുടെ മൈൻഡൊക്കെ മാറി. ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് എനിക്ക് ഓർമ്മയുള്ള ഷോർട്ട് സ്റ്റോറീസിൽ. പോപ്സിയുടെ കഥയും നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കുട്ടി ആറ്റിനെ കാത്തിരുന്നത്. ഓട്ടോപ്സി ടേബിൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഓട്ടോപ്സി ടേബിൾ നമ്പർ സംതിങ്, നമ്പർ ഓർമ്മയില്ല. അത് ഓട്ടോപ്സി റൂം സംതിങ് ആയിരുന്നു. ഒരു ഒരാള് ഫുൾ ഒരനക്കവും ഇല്ല, അത് പാരലൈസ്ഡ് ആണ്, പക്ഷെ ആൾക്ക് അറിയാം നടക്കുന്നൊക്കെ.
ജെഫ്രി ബ- ആർച്ചറിന്റെ ആണോ അത്? അല്ലല്ലല്ല അല്ലല്ലല്ല സ്റ്റീഫൻ സ്റ്റീവൻ കിങ്ങിന്റെയാണ്. കിങ്ങിന്റെ ആള് ആള് ചത്തെന്നും പറഞ്ഞ് ടേബിളിൽ ഇട്ടേക്കണ്. പക്ഷെ ആള് ഫുള്ളി കോൺഷ്യസ് ആണ്. നടക്കുന്നത് എന്തെന്നറിയാ, ഇയാള് മറ്റേ ഓട്ടോപ്സി TV ഷോ ഭയങ്കരമായിട്ട് കാണുന്നതാണ്. ഇയാൾക്ക് ഏത് ഷോ എടുക്കും, അടുത്തത് എന്ത് വെച്ച് മുറിക്കും എന്നുള്ളത് മുഴുവനും അറിയാം. അങ്ങനെ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന സാധനമാണ്. ഇതിൽ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ആക്ച്വലി നമുക്ക് അറിയാനത് പുള്ളി എങ്ങനെ അത് പെട്ടു എന്നൊക്കെ അറിഞ്ഞാലും കാര്യമൊന്നുമില്ല. നമുക്ക് ആ ഓ ഇല്ല, പക്ഷെ എക്സ്പീരിയൻസ് ആണ്. ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് ഉണ്ട് അത് എങ്ങനെയാണ് ഫണ്ണിയാണ്. പുള്ളിയുടെ പൊതുവെ ഇതിൽ നിന്നും അതാ എനിക്ക് സംശയം തോന്നുന്നത്, ജെഫ്രി ആർച്ചർ ആണോ ഇതിന്റെ ഇതെന്ന്. കാരണം നമുക്ക് ജെഫ്രി ആർച്ചറിന്റെ ട്വിസ്റ്റ് എല്ലാം കുറച്ച് ഫണ്ണിയാണ്, ഇങ്ങനെ ട്വിസ്റ്റ് ഒക്കെ മോർബിഡ് ആണ്. അതാണ് എനിക്ക് ഡൗട്ട് തോന്നിയത്, ഇതിൽ ജെഫ്രി ആർച്ചർ കഥയാണോ ഇത്. പുള്ളി പൊതുവെ അങ്ങനെ കോമഡി എഴുതുന്ന ആളല്ല. എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഷോർട്ട് സ്റ്റോറീസിനോടുള്ള പ്രിഫറൻസ് ഉള്ളത്. നോവൽസ് ആകുമ്പോൾ ഒരുപാട് ആർക്കുണ്ട്, കഥ നല്ലതായി അവസാനിപ്പിക്കണം. It has to make sense head to tail. ഷോർട്ട് ഷോർട്ട് സ്റ്റോറിയിൽ ആരെയും കൊല്ലാം. സ്റ്റോറീസ് അങ്ങനെ ആർക്കൊന്നും കൊല്ലണമെന്നില്ല, വേണ്ട. മീൻസ് ഇറ്റ് ബി എ സ്മോൾ പറയണമെന്നില്ല. റിവീൽ അബൌട്ട് ദ ക്യാരക്ടർ. ഉം. അത് ഒരു അബ്രപ്റ്റ് ആയിട്ട് എൻഡ് ചെയ്യാം നമുക്ക് കഥകള്. കുറച്ചുകൂടെ എക്സ്പീരിയൻഷ്യൽ ആകാം. ലൈക്ക് നമുക്ക് ആ ഗോസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു അത് പറഞ്ഞാൽ മതി. ആ മോൺസ്റ്ററിനെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കാണിക്കേണ്ട കാര്യമില്ല, Yes. നമുക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. പക്ഷെ ഇങ്ങനെയുടെ കഥകളെല്ലാം കൂടി ഉണ്ടല്ലോ, പുള്ളി ഒരു യൂണിവേഴ്സിനകത്തായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ കഥകളൊക്കെ ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവം മെൻഷൻ ചെയ്യുന്ന കഥകൾ വരും എവിടെയെങ്കിലുമൊക്കെ. അപ്പൊ സലേം സ്ലോട്ട് ഗസ്റ്റ് റോൾസ് കാണും. സലേം സ്ലോട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മളത് വായിക്കുമ്പോൾ അതിന്റെ മറ്റേ പുള്ളി ഇതൊരു മിത്തോളജിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതിനകത്ത് ഉള്ള ക്യാരക്ടേഴ്സ് വേറെ ഷോർട്ട് സ്റ്റോറീസിൽ വരാം, വേറെ നോവലിൽ വരാം. അത് ഈ അടുത്ത ഇടയ്ക്ക് യാതൊരുവിധ ഹൊററും ഇല്ലാത്ത ഒരു കഥയിൽ കൊണ്ടിട്ട് നമ്മുടെ ഓവർലുക്ക് ഹോട്ടൽ കുത്തിക്കയറ്റിയിട്ടുണ്ടായിരുന്നു. ബില്ലി സമ്മേഴ്സിലാന്ന് തോന്നുന്നു. ബില്ലി സമ്മേഴ്സ് ആണ് അത്, മറ്റേ ബില്ലി ഇതല്ലേ സമ്മേഴ്സ് ഈ അടുത്ത് സ്നൈപ്പർ, ഇറങ്ങിയത്. ഒരു ഹിറ്റ്മാന്റെ കഥയല്ലേ? സ്നൈപ്പർ ആ. സ്റ്റോറിയില്. ഞാനത് വായിച്ചിട്ടില്ല. ഞാൻ മറ്റേ ഇത് അതുപോലെ വാങ്ങിച്ചിട്ടുണ്ട്, പുതിയ ഫ്ലിഞ്ചോ, പുതിയ ബുക്ക് സ്റ്റീഫൻ കിങ്ങിന്റെ, ഹോളി ഗിബ്നിയുടെ ഒരു മിസ്റ്ററി വന്നിട്ടുണ്ട്. ആക്ച്വലി ന്യൂസ് കണ്ടോന്ന് അറിയില്ല, സ്റ്റീഫൻ കിങ് ഹിസ് ക്ലിയറിംഗ് ഹിസ് ടേബിൾ, ഹിസ് ഗോട്ട് 2 more books to write. ശേഷം പുള്ളി ആലോചിച്ചിട്ടില്ല. there are 2 more books he wants to write. ഒരെണ്ണം ഒരു ഹോളി ഗിബ്നിയുടെ നോവൽ ആണ്, one more that he has in mind, and another one. ഹോളി ഒരു വളരെ വളരെ അഡോറബിൾ ക്യാരക്ടറാണ്. ഐ റിയലി ലൈക്ക് ഹോളി. എനിക്ക് തോന്നുന്നു പുള്ളിക്കും ഷീ ഗ്രൂ ഡിയർ ടു ഹിം. അതുകൊണ്ടാണ് പുള്ളി ഇത്ര അധികം കഥകള് ഹോളിയെ വെച്ചിട്ട് ഇറക്കുന്നത്. ബിൽ ഹോഡ്ജസിനെക്കാട്ടിലും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത് ഹോളി ആണെന്ന് തോന്നുന്നു. അപ്പം ഹീ സേസ് ഹീ 78. അപ്പം പുള്ളിയുടെ ഏജും ഒക്കെ പുള്ളി ഈസ് ക്വൈറ്റ് അവെയർ ആണ് എന്നുള്ള മറ്റുള്ളൊരു, ഇറ്റ്സ് ലിറ്റിൽ സാഡ് അങ്ങനെ ഒരാള് പറയുമ്പം. ഇത്രയും ബുക്സ് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇത്രയും എൻജോയ് ചെയ്യുന്ന ഒരാൾ ഇനി ഇത് രണ്ടും കൂടി എൻ്റെ കയ്യിലുള്ളൂ, ഇനി ബാക്കിയുള്ളത് എഴുതാൻ പറ്റുവാണെങ്കിൽ ഞാൻ എഴുതും എന്നുള്ള പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിരിക്കും. ഇറ്റ്സ് ക്വൈറ്റ് സാഡ്. എൻഡ് ഓഫ് ആൻ എറ. അതെനിക്ക് പെട്ടെന്ന് അത് തോന്നിയത്. ലൈക്ക് ബട്ട് യു കുഡ് പ്രോബ്ലി ലിവ് അണ്ടിൽ 95 and still write stories. ആർച്ചറും കഴിഞ്ഞു തോന്നല്ലേ പുള്ളി ലാസ്റ്റ് ബുക്ക് കണ്ട്? ആർച്ചറിന്റെ കഴിഞ്ഞിട്ടില്ല, ലൈക്ക് ഐ മീൻ ഇത് എഴുതി കഴിഞ്ഞു, ആ സീരീസ് എഴുതി കഴിഞ്ഞു എന്ന് തോന്നുന്നു പുള്ളി. മറ്റേ വില്യം വാർവിക് സീരീസ് എഴുതി കഴിഞ്ഞു എന്ന് തോന്നുന്നു. സ്റ്റീഫൻ കിങ്ങിന്റെ ഒപ്പം തന്നെ പറയേണ്ട ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് ആർച്ചർ. ക്വിവർ ഫുൾ ഓഫ് ആരോസ്, പുള്ളിയുടെ എല്ലാ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ്, എനിക്ക് പുള്ളിയുടെ നോവൽസിനെക്കാട്ടിൽ ഈ പറഞ്ഞ പോലെ നോവൽസ് ആർ എക്സ്പാൻസീവ്. ഒരറ്റത്ത് നിന്ന് തുടങ്ങി ഒരു തീരലില്ല, കഥയ്ക്കുള്ളിലെ കഥയും പുള്ളി ഉപയോഗിക്കാത്ത ടെക്നിക്കുകളൊന്നുമില്ല. പക്ഷെ പുള്ളിയുടെ ഇതിൽ കഥകളിലൊക്കെ ഒരു ഒപ്യുലൻസ് ഉണ്ട്. ഒരു കരൺ ജോഹർ സിനിമ കാണുന്ന പോലെയാണ് നമ്മൾ ഈ കഥകളൊക്കെ വായിക്കുന്നത്. രണ്ട് സൈഡും ഉണ്ട് അതിൻ്റെ, ഒരു എക്സ്ട്രീം പോവർട്ടിയും എക്സ്ട്രീം ഓപ്യുലൻസിൽ നിന്നുള്ള കഥകളാണ്. പുള്ളിയുടെ ബുക്ക് വായിച്ചപ്പോഴാണ് പലപ്പോഴും ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ലോകത്ത് ഉണ്ടെന്ന് തന്നെ, അത്രയും ലക്ഷറിയിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയുന്നത്. ഷോർട്ട് സ്റ്റോറീസിലേക്ക് വരുമ്പം ഇറ്റ്സ് വെരി സ്മോൾ. ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും, ഒരാളൊരു ഐലൻഡ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞമാരെ ഒരു ചെറിയ ഇൻസിഡൻറ്റിനെയാണ് പുള്ളി എഴുതുന്നത്. അതിൽ ചെറിയ കുറച്ച് ഹിസ്റ്ററി ഉണ്ടാവും, ഒരു ഹിസ്റ്റോറിക്കൽ കാര്യം പുള്ളി ലിങ്ക് ചെയ്തിട്ടുണ്ടാവും.
ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, കഴിഞ്ഞു. പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഓത്തറാണ് ജെഫ്രി ആർച്ചർ. ആൻഡ് ഐ തിങ്ക് ഹിസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് have never it has never let me down. Always an entertaining piece of work. ഒരു ഇത് നമുക്ക് ഒരു ബുക്കും വായിക്കേണ്ട, പക്ഷെ യു ജസ്റ്റ് വോണ്ട് ടു റീഡ് സംതിങ് ദറ്റ് യു ഡോണ്ട് ഹാവ് ടു പുട്ട് യുവർ ബ്രെയിൻസ് ഇൻ ടു, പക്ഷെ സ്റ്റിൽ ബി റിയലി എന്റർടൈൻഡ്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓത്തറാണ് ജെഫ്രി ആർച്ചർ. സുഖമായിട്ടിരുന്ന് വായിക്കാം, ഹാ ചിരിക്കാം, കഴിഞ്ഞു. ക്വിവർ ഫുൾ ഓഫ് ആരോസ് ആണ്. ഞാൻ ഇതും മറ്റേ 12 റെഡ് ഹെറിങ്സും ക്വിവർ ഫുൾ ഓഫ് ആരോസും ആണ് വായിച്ചതായിട്ട് ഓർമ്മയുള്ളത് ജെഫ്രി ആർച്ചറിൻ്റെ. അന്ന് ആരോ ഒരു ഇതിൻ്റെ കഥ പറഞ്ഞില്ലേ, നെവർ സ്റ്റോപ്പ് ഓൺ ദ ഹൈവേ, അങ്ങനത്തെ ഒരു കഥ പറഞ്ഞിരുന്നു. അത് ഒരു പുള്ളിക്കാരിയെ പുറകെ വരുന്ന ഒരാൾ കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്യുന്നതായിട്ട് എന്തോ ഒരു കഥയല്ലേ ഹൈവേയിൽ. ആ അത് ഞാൻ അത് ജെഫ്രി ആർച്ചർ അല്ല, സ്റ്റീഫൻ കിങ് ആണ് എനിക്ക് തോന്നുന്നത്. സ്റ്റീഫൻ കിങ് ആണല്ലേ? ഒരു ഓക്കെ. ആർക്ക് ഉണ്ട് അതില് ഈ പറഞ്ഞമാര്. ബിഗ് ഡ്രൈവർ. ബിഗ് ബിഗ് ഡ്രൈവർ. ഡ്രൈവർ അത് സ്റ്റീഫൻ കിങ് ആണ്. ജെഫ്രി ആർച്ചറിന്റെ കഥകളിൽ പൊട്ട ആൾക്കാർക്ക് നല്ല പൊട്ട കാര്യങ്ങൾ സംഭവിക്കും. എനിക്ക് അങ്ങനെ അതൊരു സന്തോഷമാണ് എനിക്കത് വായിക്കാൻ. എനിക്ക് ബിഗ് ഡ്രൈവർ വായിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അമേരിക്കയിൽ സംസാരിക്കുന്ന GPS സിസ്റ്റംസ് ഉണ്ടെന്ന്. There's a Tom that keeps talking to her while she's driving. എനിക്ക് ഏറ്റവും അതുപോലെ ഇഷ്ടപ്പെട്ട സോറി പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തു. ഇല്ല ഗോഡ് ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറാൻ പോവായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് റസ്കിൻ ബോണ്ട് ആണ്. പ്രോബബ്ലി എനിക്ക് ഒരു ഇച്ചിരി ഫേവറേറ്റേഴ്സ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറീസ് എല്ലാം ഇന്ത്യയിൽ മേ ബി ഒരു ബ്രിട്ടീഷ് കാലത്ത് ഇന്ത്യയിലും ഒക്കെ റൂട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അല്ലെങ്കിൽ ക്ലോസ് ടു നേച്ചർ. റസ്കിൻ ബോണ്ടിന്റെ ഒരു സ്റ്റോറി ഉണ്ട്, ദ ലെപ്പേർഡ് എന്ന് പറഞ്ഞിട്ട്. അത് ബേസിക്കലി പുള്ളിയുടെ വീടിന്റെ അടുത്തുള്ള ഒരു കാട്ടില് ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ ദർ ആർ സ്മോൾ എൻകൗണ്ടേഴ്സ് ഇങ്ങനെ ലെപ്പേർഡുമായിട്ട്. അപ്പൊ ഇടയ്ക്ക് സസ്പീഷ്യസ് ആയിട്ട് ലെപ്പേർഡ് വന്ന് ഇദ്ദേഹത്തിനെ നോക്കുന്നതും പുള്ളി കാട്ടിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിനെ യാദൃച്ഛികമായിട്ട് കാണുന്നതും സ്ലോലി എന്തോ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോ എന്തോ ഒരു ബന്ധം ഉണ്ടായി വരുന്നുണ്ട്. ആ സ്റ്റോറി ഒരു ട്രാജഡിയിൽ എൻഡ് ചെയ്യും, പക്ഷെ സംഹൗ റിമൈൻസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അതൊരു കമന്ററി കൂടിയാണ്, ലൈക്ക് അങ്ങനെ മനുഷ്യൻ ഓരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമൽസിനെ നശിപ്പിക്കുന്നു, അവരുടെ ഹാബിറ്റാറ്റ് നശിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ. അതങ്ങനെ ഒരുപാടിടത്ത് ഞാൻ കേട്ടിട്ടില്ല. ഇത് ഒരു മാഗസീനിൽ 2 വട്ടം വന്നിട്ടുണ്ട്, അങ്ങനെ ഞാൻ വായിച്ചറിയുന്നത്. അല്ലാതെ ഞാൻ ഒരു ബുക്കിലും കണ്ടില്ല കഥ. സോ ഇഫ് യു ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പ്ലീസ് റീഡ് അബൌട്ട് ദാറ്റ് സ്റ്റോറി. അതുപോലെ തന്നെ റസ്കിൻ ബോണ്ട് ഒരുപാട് ഇങ്ങനെ കഥകളുണ്ട്, എല്ലാം കുറച്ച് സ്പൂക്കി അല്ലെങ്കിൽ കുറച്ച് സൂപ്പർ നാച്ചുറൽ, ചിലത് കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ളത്. Breath in the house. Breath in the house. Breath in the house. ഞാൻ റസ്കിൻ ബോണ്ടിന്റെ പേര് ആദ്യം കേട്ടത് പൂമ്പാറ്റയിൽ പണ്ടൊരു കാർട്ടൂൺ സീരീസ് ഉണ്ടായിരുന്നു, ടിംപ എന്ന് പറഞ്ഞിട്ട്. ഒരു ഡിറ്റക്റ്റീവ് സീരീസ് ആയിരുന്നു. ഒരു ടിംപ എന്ന് പറഞ്ഞൊരു പയ്യൻ കുറച്ച് ക്രൈംസ് സോൾവ് ചെയ്യുന്നതാണ്. അവൻ്റെ അച്ഛൻ ഒരു പോലീസുകാരനാണ്. അപ്പോൾ അതിൽ ഇവൻ ഒരു പുസ്തകം വായിക്കാൻ നേരത്ത് എൻ്റെ അപ്പൂപ്പൻ പറയുന്നുണ്ട്, ഇതൊക്കെ എന്ത് ചവറാണ്, ഇതൊക്കെയല്ലേ വായിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് റസ്കിൻ ബോണ്ട് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. ബട്ട് ഐ ആം എംബാരസ്ഡ് ടു സേ ഐ ഹാവ് നോട്ട് റെഡ് റസ്കിൻ ബോണ്ട്. Oh, you should. If you haven't, it's a good, എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, ഞാൻ നാളെ പിങ് ചെയ്യാം സ്റ്റാർട്ടർ സജഷൻസിന് വേണ്ടിയിട്ട്. സ്റ്റാർട്ടർ കിറ്റ്, റസ്കിൻ ബോണ്ട് സ്റ്റാർട്ടർ കിറ്റ്. സ്പൂക്കി കഥകളാണെങ്കിൽ വിസ്പേഴ്സ് ഇൻ ദ ഡാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു കളക്ഷൻ ഉണ്ട് പെൻഗ്വിൻ ബുക്സിന്റെ. അതിനകത്താണ് ഈ ബ്രെത്ത് ഇൻ ദ ഹൗസ് ഒക്കെ ഉണ്ട്. എല്ലാ ടൈപ്പ് കഥകളുണ്ട്. മറ്റേ മുഞ്ചിയുടെ കഥയൊക്കെ ഉണ്ട്, മുഞ്ചിയുടെ കഥയും ഒക്കെ ഉണ്ട്. ചിലതൊക്കെ ഇച്ചിരി ആക്ച്വൽ ഹൊറർ കഥകളാണ്, ലൈക്ക് ഫേസ് ഇൻ ദ ഡാർക്ക്. അതൊക്കെ ഇത് ഈ സിമിലാരിറ്റി ഇപ്പം സ്റ്റീഫൻ കിങ്ങിന്റെയും റസ്കിൻ ബോണ്ടിന്റെ കഥകൾ നോക്കുകയാണെങ്കിൽ സ്റ്റീഫൻ കിങ്ങിന്റെ ബുക്സ് എല്ലാം ബേസ്ഡ് ഇൻ മെയിൻ ആണ്. ആ ലാൻഡ്സ്കേപ്പ് ആണ് പുള്ളിയുടെ എല്ലാ കഥകളും. റസ്കിൻ ബോണ്ടിന്റെ എല്ലാം
ഈ മസൂറി അല്ലേ? മുസോറി, ആ അവിടെ ഗഡ്വാൾ ബേസ്ഡ്. റീജിയൻ അല്ലേ? ഉത്തരാഖണ്ഡ് ആ ഒരു ഭാഗം. ആ അതായത് പുള്ളിയുടെ കഥകളിൽ എന്താ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്നത് നമ്മൾ ഈ ആ കോടമഞ്ഞും ആ മരങ്ങളും അവിടുത്തെ കാടും പുള്ളിയുടെ കഥകളിലെ ഒരു വലിയ എലമെന്റ് ആണ്. ആൻഡ് സംടൈംസ് അതൊരു പുള്ളിക്കൊരു എന്താ പറയാ ആക്സസറി കൂടിയാണ് ഈ കഥയ്ക്ക് കഥ കൂടെ കൊണ്ടുപോകാൻ. ഈ ഫേസ് ഇൻ ദ ഡാർക്ക് ഒക്കെ ആ കഥ കോടമഞ്ഞിൽ എഴുതിയാലേ അതിന് ഭംഗിയുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു ആ ഒരു സ്പൂക്കിനെസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു അതുമാതിരി ഇവരുടെ ട്രെയിൻ കഥകളുണ്ട് ചിലത്, അതിങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന കഥകളാണ്. രാത്രി പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കോടമഞ്ഞ് പോകുമ്പോൾ അരണ്ട വെളിച്ചത്തിലുള്ള കഥകളാണ്. അതിനൊക്കെ ഈ ഇങ്ങനത്തെ എലമെന്റ്സ് കൊണ്ടുവരുമ്പോഴാണ് ഐ തിങ്ക് ആ റൈറ്ററിന്റെ ഒരു സിഗ്നേച്ചറായി മാറുകയാണ് ഇതൊക്കെ. മെയിൻ സ്റ്റീഫൻ കിങ്ങിന്റെ സിഗ്നേച്ചർ ആയതുമാരെ ഈ കാടും ഇതൊക്കെ പുള്ളിയുടെ ഒരു സിഗ്നേച്ചറാണ്. എനിക്ക് തോന്നിയിരിക്കുന്നത് കാര്യം ഞാൻ ചിലപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ 2 ദിവസം കറണ്ട് കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറയും എനിക്കിവിടെ നിൽക്കണ്ടാന്ന്. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ചിലപ്പോൾ പറഞ്ഞ അപ്പം തന്നെ പെട്ടി കിട്ടിയിട്ട് പോരും, പാമ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു റൈറ്റിംഗ് അഡ്വൈസ് എന്ന് വെച്ചാൽ നമ്മള് ഈ എൻവയൺമെന്റ്, ഓരോ സ്ഥലങ്ങളും ഒക്കെ സറൗണ്ടിങ്സ് ഒക്കെ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് റിസ്കിൻ ബോർഡിന്റെ കഥകളിലാണ്. അതുപോലെ തന്നെ ഇത് ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഭയങ്കര അടുത്ത് വയ്ക്കുന്നതാണ്. ഈ ട്രേഡ് എന്ന് പറഞ്ഞ സംഭവം മേ ബി കേരളത്തിൽ അത്ര ഇല്ലായിരിക്കും, പക്ഷെ നോർത്ത് ഇന്ത്യയിലും മറ്റൊരുപാട് സംസ്ഥാനങ്ങളിൽ ഇതൊരു വലിയ പാർട്ട് ഓഫ് ഇന്ത്യൻ കൾച്ചറാണ്. കാരണം ഇന്ത്യ മൊത്തം ഒന്ന് കണക്ട് ചെയ്യുന്ന സംഭവം, ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യാനൊക്കെ ആശ്രയിക്കുന്നത് ഇന്ത്യൻ റെയിൽവേസ് ആയിരുന്നു. അപ്പൊ ഈ ട്രെയിൻ, റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെ നല്ല പ്രോമിനന്റ് ആയിട്ട് കാണുന്നതാണ്. വുമൺ അറ്റ് ദ പ്ലാറ്റ്ഫോം, അങ്ങനെ എന്തോ ഒരു കഥയില്ലേ ഒരു കുട്ടിക്ക്, ടെൻഡർ സ്റ്റോറി. ഒരു എവിടെ ഒരു മിസ്റ്ററി ഉണ്ട്. ലൈക്ക് ഇറ്റ്സ് അഗെയിൻ എക്സ്പീരിയൻഷ്യൽ. നമുക്ക് എന്ത് വേണമെങ്കിലും വായിച്ചെടുക്കാം. വി ഹാവ് ദറ്റ് എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സ്റ്റോറി. സെറ്റിങ്സ് ആണ് അതിന്റെ ഒരു ബ്യൂട്ടി. കുറെയൊക്കെ ചിലതൊക്കെ ഒരു ടോട്ടലി റൂറൽ സെറ്റിങ്സിൽ കൊണ്ടുവയ്ക്കും. ഇപ്പം മനസ്സിലോട്ട് അങ്ങനെ ഒരുപാട് കഥകൾ വരുന്നില്ല. ചിലതൊക്കെ നല്ല സൂപ്പർ നാച്ചുറൽ സംഭവമാണ്. രണ്ട് സഹോദരങ്ങൾ ഒരു സൈക്കിൾ ചവിട്ടി പോകുന്നതും, എനിക്ക് അതിന്റെ ഒരു പിക്ചർ മാത്രമേ മനസ്സിൽ വരുന്നുള്ളൂ. ഇവര് പക്ഷെ ചവിട്ടി ഇത് സന്ധ്യയാകുന്നതിന് മുന്നേ എവിടെ എത്തണം. പക്ഷെ സൈക്കിള് ചവിട്ടിയിട്ട് റോഡിൽ നിന്ന് തെറിച്ച് ഒരു കുളത്തിൽ വീഴുകയാണ്. കുളത്തിൽ വീണ് കഴിഞ്ഞിട്ട് ഇവർ രണ്ടും വലിയ പോത്തുകളായി മാറും. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? എനിക്ക് ഒന്നുകൂടെ വായിക്കണം. എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. അത് പുള്ളിയുടെ അമ്മ വെള്ളത്തിൽ കളിച്ചപ്പോ പിടിച്ചിട്ടുണ്ടാവും, പോത്തിനെ പോലെ കിടക്കാണ്ട് കയറി വാഴാത്ത കാര്യം. അതേപോലെ തന്നെയാണ് പുള്ളി ഡേ ഡ്രീം എന്നൊരു സംഭവമാണ് പുള്ളിയുടെ സ്റ്റെപ്പ് ഫാദറിന്റെ ഡെത്ത്. ലൈക്ക് നമുക്ക് ഒരുപാട് കഥകളിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, പുള്ളി അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഫാദറിനെ പുള്ളി ഭയങ്കരമായിട്ട് മെൻഷൻ ചെയ്യുന്നു. ഫാദറിന്റെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് വരുന്നതായിരിക്കും സ്റ്റെപ്പ് ഫാദർ. പുള്ളി അത്രയ്ക്ക് എങ്ങോട്ട് ഇഷ്ടമല്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരിടത്തും ഓവർട്ട്ലി ഒരു ബാഡ് ഗായ് ആയിട്ട് പറയുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. കാലങ്ങൾ മുന്നേ വായിച്ചിട്ടോ. ദിസ് വെയർ ലൈക്ക് മൈ ഫസ്റ്റ് സ്റ്റോറീസ്. ഒരു കിണറിന്റെ കഥയുണ്ട് ഈ മറ്റേ വിസ്പേഴ്സ് ഓഫ് ദി ഡാർക്കില്. അതിനകത്ത് ഈ പറഞ്ഞ സംഭവമുണ്ട്, സ്റ്റെപ്പ് ഫാദറിനെ തള്ളിയിട്ട് കൊല്ലുന്നൊരു പുള്ളിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ഷോർട്ട് സ്റ്റോറീസ് ഇവിടെ തീരുന്നില്ല, ഇനി ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ദിസ് ഇസ് സന്ദീപ്, അനൂപ്, ലേഖ ആൻഡ് കൃഷ്ണകുമാർ സൈനിങ് ഓഫ്. സീ ലേറ്റർ. ബൈ.